വെറുപ്പിൻ്റെയും ഭയത്തിൻ്റെയും നിഴലിൽ തുടങ്ങിയ ഒരു ബന്ധം ഇപ്പോൾ പതിയെ മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയാണ്. ഒരാൾ സ്വന്തം ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു, മറ്റൊരാൾ അടഞ്ഞുപോയ ആ വാതിലിലൂടെ വെളിച്ചം കടത്തിവിടാൻ. ഭയവും സംശയവും ഇപ്പോഴും അവർക്കിടയിലുണ്ട്. പക്ഷേ ചില നോട്ടങ്ങൾ, ചില കരുതലുകൾ, ചില നിശബ്ദ നിമിഷങ്ങൾ പറയാതെ തന്നെ ഹൃദയങ്ങളെ അടുത്തു കൊണ്ടുവരാറുണ്ട്. വെൽക്കം ടു അവർ സ്റ്റോറി, ചെകുത്താൻ്റെ പ്രണയം, എപ്പിസോഡ് 3. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഋഷി തിരികെ വരാതിരുന്നതോടെ ദേവികയുടെ മനസ്സിൽ വീണ്ടും ഭയം കയറിക്കൂടി. അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടുപോയോ എന്ന ചിന്ത അവളെ അസ്വസ്ഥമാക്കി. അപ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് ഋഷി അകത്തേക്ക് കടന്നു വന്നത്. അവൻ്റെ കയ്യിൽ ചൂട് പാർന്ന നെയ് റോസ്റ്റും തേങ്ങാ ചമ്മന്തിയും സാമ്പാറും നിറച്ച ഒരു ട്രേ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ മണം മൂക്കിലേക്ക് എത്തിയതും വിശപ്പിൻ്റെ കാഠിന്യം കാരണം ദേവിക പെട്ടെന്ന് ട്രേയിലേക്ക് കൈനീട്ടി. എന്നാൽ ഋഷി അവളുടെ കൈമുട്ടിൽ പിടിച്ച് തടഞ്ഞു. ആദ്യം പോയി കൈ കഴിയുക, അവൻ ശാന്തമായെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. എന്തിന്? അല്പസമയം മുൻപ് ആ കൈ കൊണ്ടല്ലേ കണ്ണീർ തുറച്ചത്? അവൻ്റെ മറുപടി കേട്ടപ്പോൾ ദേവിക ചുണ്ടു കൂർപ്പിച്ചു. ഭ്രാന്തൻ! അവൾ പതുക്കെ പിറുപിറുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. കൈ കഴുകി തിരികെ വന്ന അവൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് എടുത്തു. പക്ഷേ കഴിക്കുന്നതിന് മുൻപ് ഋഷി അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. ദേവിക അത്ഭുതത്തോടെ അവനെ നോക്കി. ഒന്നും പറയാതെ ഋഷി അല്പം നെയ്റോസ്റ്റിൻ്റെ ഒരു ചെറിയ കഷ്ണമെടുത്ത് അല്പം ചട്നിയിൽ മുക്കിയ ശേഷം അവളുടെ ചുണ്ടുകൾക്കരികിലേക്ക് നീട്ടി. കഴിക്കൂ. ഒരു നിമിഷം ദേവിക അനങ്ങാതെ നിന്നു. ഇത്രയും നേരം തന്നെ കൊണ്ട് കൈ കഴിപ്പിച്ചത് തനിക്ക് ഭക്ഷണം വാരിത്തരാനായിരുന്നോ? അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ആശയക്കുഴപ്പം കണ്ടപ്പോൾ ഋഷിയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. വാ തുറക്ക് ദേവിക. ആ സ്വരത്തിൽ ഉത്തരവിനേക്കാൾ കരുതലായിരുന്നു നിറഞ്ഞിരുന്നത്. ദേവികയുടെ ഹൃദയം അറിയാതെ ഒന്ന് പിടഞ്ഞു. നിർബന്ധിതമായി തുടങ്ങിയ ആ ബന്ധത്തിനിടയിൽ ഇരുവരും സമ്മതിക്കാതെ തന്നെ ഒരു പുതിയ വികാരം നിശബ്ദമായി വേരുറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഇല്ല, ഞാൻ നിങ്ങളുടെ കൈകളിൽ നിന്നും കഴിക്കില്ല. ഞാൻ എൻ്റെ കൈകൾ കഴുകിയിട്ടുണ്ട്. അവനിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ തൻ്റെ ശബ്ദത്തിലെ നേരിയ ദേഷ്യം അവൾക്ക് തന്നെ അറിയാമായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. ഒന്നുകൂടി ആലോചിച്ചോ? നിന്നെ കഴിപ്പിക്കാൻ എനിക്ക് വേറെയും വഴികളറിയാം. അവൻ പറഞ്ഞത് വെറുതെ അല്ലെന്ന് ദേവികയ്ക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, ആ ചൂടുള്ള നെയ്റോസ്റ്റിൻ്റെ മണം അവളുടെ വിശപ്പിനെ വല്ലാതെ ഉണർത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ വാശിക്ക് മുന്നിൽ അവൾക്ക് വഴങ്ങേണ്ടി വന്നു. ദേവിക വാ തുറന്നപ്പോൾ അവനൊരു കഷ്ണം അവൾക്ക് നേരെ നീട്ടി. അവൻ്റെ ചുണ്ടുകളിൽ ആ സമയത്ത് വിരിഞ്ഞ പരിഹാസച്ചിരി അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളെ ദേഷ്യം പിടിപ്പിച്ചതിന് ശേഷം അവൻ്റെ മുഖത്തെ ആ ചിരി, അതിൻ്റെ ഓരോ നിമിഷവും അവൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഓരോ കഷ്ണങ്ങളായി അവൻ അവളെ മിണ്ടാതെ കഴിപ്പിച്ചു. അവളത് ആർത്തിയോടെ കഴിച്ചു തീർത്തു. ഫ്രഷായ ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായെന്ന് അവൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഒരു നിമിഷം അവളുടെ മനസ്സ് വല്ലാതെ ഇടറി. കരയാൻ തോന്നി. അവനെ കെട്ടിപ്പിടിച്ച് തൻ്റെ സങ്കടങ്ങളെല്ലാം ഒഴുക്കിവിടാൻ ഉള്ളിലൊരാഗ്രഹം തോന്നി. എങ്കിലും അവൾ തന്നെ നിയന്ത്രിച്ചു. നിങ്ങൾ കഴിക്കുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല. ആദ്യം നീ കഴിക്ക്. നിന്റെ വയറ്റിൽ വിശപ്പും എലികൾ ഓടുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെങ്ങനെ അറിയാം? അത് വ്യക്തമല്ലേ? നീ ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവസാനത്തെ ഉരുളയും അവൾക്ക് കൊടുത്തു. പിന്നീട് ഒരു ടിഷ്യൂ എടുത്ത് അവളുടെ വാ പതുക്കെ തുടച്ചു കൊടുക്കുമ്പോൾ അവൾ വിചിത്രമായൊരു വികാരത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. നീ കുറച്ചു നേരം വിശ്രമിക്ക്, നമ്മൾ ഉടൻ തന്നെ ഇറങ്ങാം. അവൻ എഴുന്നേറ്റു. എങ്ങോട്ട്? അവളുടെ ഹൃദയത്തിൽ പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നി. അവൻ മുഖത്തൊരു നിഗൂഢ ഭാവത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു. നിന്റെ ഭർത്തൃ വീട്ടിലേക്ക്. ആ വാക്ക് അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവനെ കണ്ടാൽ ഒരു ഡോണിനെ പോലുണ്ട്. ഡോണുകൾക്ക് എവിടെയാണ് നല്ലൊരു കുടുംബവും കോളിംഗ് ബെല്ലുള്ള വീടുകളുണ്ടാകുക? അവൾ ആലോചിച്ചു. അവർ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തപ്പോൾ വലിയൊരു ഗാർഡ് നിര തന്നെ അറ്റൻഷനായി നിൽക്കുന്നത് അവൾ കണ്ടു. അവൻ യഥാർത്ഥത്തിൽ എത്രത്തോളം പണക്കാരനാണെന്ന് ആർക്കറിയാം? എങ്കിലും ആ ഭർതൃഗൃഹം എന്ന വാക്ക് അവളുടെ ചിന്തകളിൽ പറ്റിപ്പിടിച്ചിരുന്നു. നീ എന്താണ് ആലോചിക്കുന്നത്? പോയി കാറിലിരിക്കെ. അവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ അവൾ മിണ്ടാതെ പാസഞ്ചർ സീറ്റിലേക്ക് കയറിയിരുന്നു. കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ ദേവികയ്ക്ക് തൻ്റെ ജിജ്ഞാസ അടക്കാനായില്ല. അല്ല, നിങ്ങൾക്ക് സ്വന്തമായൊരു വീടുണ്ടോ? അവൻ അവളുടെ നേരെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു പരിഹാസം തിളങ്ങി. പിന്നെ നിനക്കെന്താ തോന്നിയത്? നിന്റെ ഭർത്താവ് ഒരു തെണ്ടിയാണെന്നോ? അല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് വലുതും മനോഹരമായ ഒരു കുടുംബമുണ്ട്. തികഞ്ഞ ഗൗരവത്തോടെ അവൻ പറഞ്ഞു. അവർ നിങ്ങളെപ്പോലെയാണോ? അതായത് അപകടകാരികളായ ഏതെങ്കിലും മാഫിയ കുടുംബത്തിൽപ്പെട്ടതാണോ? അവൾ ചോദിച്ചപ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ വീണ്ടും ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു വൈബുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ആ മനുഷ്യരിൽ ഒരാളല്ല. മാഫിയകളെക്കുറിച്ച് പണ്ട് സ്കൂളിൽ കൂട്ടുകാരി പറഞ്ഞ കാര്യങ്ങളോർത്ത് അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ഇടി മുഴങ്ങി. അവൾ ഞെട്ടിവിറച്ചു. അവൻ ശാന്തനായി വണ്ടി ഓടിക്കുകയാണ്. അവളുടെ കണ്ണുകൾ അവൻ്റെ സുന്ദരമായ കൺപോളകളിലേക്ക് നീണ്ടു. അവളുടെ ഭയം ഇടിയെക്കുറിച്ചുള്ളതാണോ അതോ അവൻ്റെ സാന്നിധ്യമാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ അരികിലേക്ക് വരുമ്പോഴെല്ലാം തനിക്ക് അവനെ പണ്ട് മുതലേ അറിയാവുന്നതുപോലെ തോന്നി. നീ ഓക്കെ അല്ലേ? അവളെ നോക്കുക പോലും ചെയ്യാതെ അവൻ ചോദിച്ചു. അവൾ പതുക്കെ മറുപടി നൽകിയപ്പോഴേക്കും വിൻഷീൽഡിലേക്ക് മഴത്തുള്ളികൾ വീണു തുടങ്ങിയിരുന്നു. ദേവിക ഗ്ലാസ്സിലൂടെ കൈ പുറത്തേക്കിട്ട് ആ മഴത്തുള്ളികൾ ഉള്ളം കൈയിലേക്ക് ഏറ്റുവാങ്ങി. കണ്ണുകൾ തനിയെ അടഞ്ഞുപോയി. നീ എന്താണ് ചെയ്യുന്നത് ദേവിക? കൈ അകത്തേക്കിട്, നിനക്ക് പനി പിടിക്കും.
അവളത് ശ്രദ്ധിക്കാതെ കൂടുതൽ മുന്നോട്ടാഞ്ഞ് ചാറ്റൽ മഴ തൻ്റെ മുഖത്തേക്ക് കൊള്ളാൻ അനുവദിച്ചു. പെട്ടെന്ന് കാറ് നിർത്തി. അവളുടെ കൈത്തണ്ടയിൽ ഒരു ശക്തമായ പിടി വീണു. അവൻ അവളെ അകത്തേക്ക് വലിച്ചിട്ടു. അവൻ്റെ ഇരുണ്ട വികാരമില്ലാത്ത കണ്ണുകളിലേക്ക് ദേവിക നോക്കി. നീ ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ നിന്റെ കയ്യും കാലും കെട്ടിയിടും, ഗ്ലാസ് ഉടയ്ക്കും. പുറത്തെ കാഴ്ചകൾ കാണാൻ പോലും നിനക്ക് യോഗം ഉണ്ടാവില്ല. എന്നെ വിട്, എനിക്ക് വേദനിക്കുന്നു. അവളുടെ ഞരമ്പുകളിലൂടെ ദേഷ്യം ഇരച്ചു കയറിയപ്പോൾ ദേവിക വിളിച്ചു പറഞ്ഞു. അവൻ പെട്ടെന്ന് പിടിവിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്ന് നെറ്റി തിരുമ്മി. ഒരു പൂജാരിക്ക് നേരെ പോലും തോക്ക് ചൂണ്ടാൻ മടിക്കാത്ത ഈ മനുഷ്യന് മറ്റുള്ളവരുടെ വേദന എങ്ങനെ മനസ്സിലാകാനാണ്? അവൻ്റെ കുടുംബം എന്നെ എങ്ങനെ സ്വീകരിക്കും? ഞാനൊരു അപ്രതീക്ഷിത വധുവാണെന്ന് അവർ അറിഞ്ഞാൽ അവർ എന്നെ ദൂരേക്ക് കളയുമോ? അവളുടെ ഉള്ളിൽ പരിഭ്രാന്തി പടർന്നു. അപ്പോഴാണ് അവളുടെ കൈത്തണ്ടയിൽ വീണ്ടും ഒരു മൃദുവായ പിടി വീണത്. അവൻ ഡ്രോയിൽ നിന്നും ഒരു ക്രീം എടുത്ത് അവളുടെ ചോര ചുവപ്പായ കൈത്തണ്ടയിൽ പുരട്ടി. ആ വേദന കൊണ്ട് അവൾ പുളഞ്ഞപ്പോൾ അവൻ മുന്നോട്ടാഞ്ഞ് ആ മുറിവിലേക്ക് പതുക്കെ തണുത്ത വായു ഊതിക്കൊടുത്തു. എന്നോട് ക്ഷമിക്കൂ, അവൻ പതുക്കെ പിറുപിറുത്തു. ചില ആളുകൾ എത്ര വിചിത്രരാണല്ലേ. ആദ്യം അവർ മുറിവേൽപ്പിക്കും, പിന്നീട് ക്ഷമ ചോദിക്കും, മരുന്ന് പുരട്ടും. അവളുടെ വാക്കുകൾ കേട്ട് അവൻ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചെങ്കിലും അവൾ മുഖം തിരിച്ചിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങി ഡോർ അടച്ചു. ഡോറും ഗ്ലാസും ലോക്കായിരുന്നു. അവൻ തന്നെ ഒറ്റയ്ക്കാക്കി പോയെന്ന ഭയത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു മിനിറ്റിന് ശേഷം ഡോറ് തുറന്നു. എന്തിനാണ് ഡോർ ലോക്ക് ചെയ്തത് എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചപ്പോൾ അവനൊന്നും പറയാതെ 2 വലിയ ഡയറി മിൽക്ക് പാക്കറ്റുകൾ അവളുടെ കൈകളിലേക്ക് കൊടുത്തു. എന്നോട് ക്ഷമിക്ക് ദേവിക, ഞാനിനി നിന്നോട് ഉറക്കെ സംസാരിക്കില്ല. എനിക്ക് കൈക്കൂലി തരികയാണോ? അല്ല, സ്നേഹത്തോടെ തരുന്നതാണ്. അവൻ്റെ ആത്മാവ് തുളച്ചു കയറുന്ന നോട്ടത്തിൽ അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും പ്രയാസമായി തോന്നി. അവൾ പെട്ടെന്ന് മുഖം തിരിച്ച് നിങ്ങൾ വളരെ മോശം വ്യക്തിയാണ് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. ശരി, നന്നായി. വളരെ പെട്ടെന്ന് തന്നെ നിനക്ക് ആ കാര്യം മനസ്സിലായല്ലോ, അവൻ പരിഹസിച്ചു. പിന്നീട് യാത്ര ശാന്തമായിരുന്നു. ജനലിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികൾ നോക്കിയിരിക്കെ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ രാവിലെയായിരുന്നു. കൈകളിൽ ആ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നീ എത്രത്തോളം ഉറങ്ങും? നീ സ്വയം ഉണർന്നത് നന്നായി, ഇല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തിന് നിന്നെ എൻ്റെ കൈകൾ കോരിയെടുത്ത് എനിക്ക് അകത്തേക്ക് കയറേണ്ടി വന്നേനെ. അവൻ ഗൗരവമർന്ന മുഖത്തോടെ പരിഹസിച്ചു. നമ്മൾ എവിടെയാണ് എത്തിയത്? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഹൈദരാബാദ്, അവൻ ശാന്തമായ മറുപടി നൽകി. ഹൈദരാബാദോ? ദേവിക അവിശ്വാസത്തോടെ അവനെ നോക്കി. ഇന്നലെ കേരളത്തിലായിരുന്ന താൻ ഇന്ന് ഹൈദരാബാദിലോ? അവളുടെ കണ്ണുകൾ അറിയാതെ വിടർന്നു. ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൊടുങ്കാറ്റുണ്ടോ? എന്തായാലും ഇനി ഉറങ്ങരുത്. എനിക്ക് നിനക്ക് വേണ്ടി വീണ്ടും വീണ്ടും വണ്ടി നിർത്താൻ കഴിയില്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കറുത്ത കണ്ണട കണ്ണിലേക്ക് വെച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന് ദേവികയ്ക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി. ഈ മനുഷ്യനെ വായിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കാർ ഒരു വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ നിന്നു. അവിടെ സ്വർണ്ണാക്ഷരങ്ങളിൽ എഴുതിയിരുന്നു ഋഷി മാനർ. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്ത്. പുതിയ എപ്പിസോഡുകൾ വന്നാൽ ഉടൻ അറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ.